നിങ്ങൾ പഠിക്കാതെ ഉഴപ്പി നടന്ന എക്സാം എഴുതിയപ്പോൾ അന്ന് നിങ്ങളൊരു തീരുമാനം എടുത്തില്ലേ, ഇനി മുതലുള്ള എക്സാം എങ്കിലും ഞാൻ പഠിച്ച് എൻ്റെ കഴിവിൻ്റെ പരമാവധി എഴുതുമെന്ന്. എന്നിട്ട് +2 തുടങ്ങിയിട്ടോ, വെക്കേഷൻ മൊത്തം നിങ്ങൾ അടിച്ചു പൊളിച്ചപ്പോൾ അന്ന് നിങ്ങൾ തീരുമാനം എടുത്തില്ലേ, സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസം മുതൽ ഞാൻ പഠിച്ചു തുടങ്ങുമെന്ന്. എന്നിട്ട് തുടങ്ങിയോ? ഇപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, പഠിക്കാൻ ഒരു മൂഡില്ല, പഠിക്കാൻ തോന്നുന്നില്ല, ഫോണിൽ കുത്തിക്കളിച്ചോണ്ടിരിക്കാനാ തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കാനുള്ളൂ. വരുന്ന ഓണപരീക്ഷയുടെ മാർക്ക്, വരുന്ന ഓണപരീക്ഷയുടെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്ന പബ്ലിക് പരീക്ഷയുടെ റിഫ്ലക്റ്റ് ആയിരിക്കും. അതേ മാർക്ക് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പബ്ലിക് എക്സാമിന് മേടിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താ? നിങ്ങളുടെ സ്വഭാവം അതാ. പഠിക്കാൻ തീരുമാനിച്ചാൽ പഠിക്കില്ല. പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു സാധനം പഠിക്കണം, ഇന്ന് മുതൽ ഈ ചാപ്റ്റർ ഞാൻ പഠിക്കും, കംപ്ലീറ്റ് ആക്കും, വെറും പൊള്ളയായ വാഗ്ദാനം സ്വന്തം നൽകി തന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഓക്കെ, ഞാൻ പച്ചയ്ക്ക് തന്നെ പറയും, സ്വന്തം ചതിക്കുന്ന, വേറെ ആൾക്കാരെ അല്ലട്ടോ, സ്വന്തം. കാരണം നിങ്ങൾ പഠിച്ച ഈ ലോകത്ത് നിങ്ങളല്ലാതെ മറ്റൊരാൾക്കും ഉപകാരമില്ല. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിന് സന്തോഷം കിട്ടും, അത് നിങ്ങളുടെ അന്യന്മാരൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് 4 നേരം കഴിക്കാനും നിങ്ങളെ സ്കൂളിൽ വിടാനും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നവരല്ലേ, അവർക്ക് ഇച്ചിരി ഉപകാരം കിട്ടിക്കോട്ടെ. നിങ്ങൾ പഠിച്ചിട്ട് അങ്ങനെ ഒരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസ് അല്ലേ, അവർക്ക് കിട്ടിക്കോട്ടെ. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് കുറച്ച് സന്തോഷിക്കുകയായിരിക്കും, അവർ സന്തോഷിക്കട്ടാ. നിങ്ങൾക്ക് 4 അക്ഷരം പറഞ്ഞു തരുമ്പോൾ പഠിക്കുന്ന തൻ്റെ അണ്ടറിലുള്ള ഓരോ കുട്ടിയും, താൻ പഠിപ്പിക്കുന്ന ഓരോ കുട്ടിയും നല്ല മാർക്ക് മേടിച്ച് അവർക്ക് അഭിമാനം ഉണ്ടാകും. അത് ഉണ്ടാകട്ടെ. അതല്ലാതെ നിങ്ങൾ പഠിക്കാതിരുന്നാല്, മാർക്ക് കുറഞ്ഞു താഴെ പോയാല്, തറ പതിച്ചാല് നിങ്ങൾ പതനം കാത്തിരിക്കുന്ന ഒരുപാട് പേര് ചുറ്റും ഉണ്ടാവൂടാ. നിങ്ങൾ പോലും അറിയാത്തവര്, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കാം, ചിലപ്പോ നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞു നടക്കുന്നവരായിരിക്കാം. ആരുമായാലും അവർക്കാണ് നിങ്ങൾ വളം കൊടുക്കുന്നത്. നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ നിമിഷവും ഓരോ സമയവും, അത് ഇനി ഓണപ്പരീക്ഷയല്ലേ, അത് വളരെ ചെറിയ എക്സാം അല്ലേ എന്നും പറഞ്ഞ് നിങ്ങൾ ചതിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ സമയത്തിനും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും, അതിന് എണ്ണി പറയേണ്ടി വരും. അപ്പോൾ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമുള്ള ഓണ എക്സാമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തുടങ്ങിയെങ്കിൽ ആത്മാർത്ഥത്തോടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തെങ്കിലും ഞാൻ ചെയ്തു തുടങ്ങിയെന്ന്? അങ്ങനെ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇനി ചെയ്തു തുടങ്ങാത്തവരോടാണ്, ആരെയാണ് കാത്തിരിക്കുന്നത് മക്കള്? ആരെയാണ് കാത്തിരിക്കുന്നത്? ഇനി ആര് വന്നിട്ട് പഠിക്കാന്ന് വെച്ചിരിക്കുക? യൂട്യൂബിന് ഫ്രീ ക്ലാസ്സിന് കാത്തിരിക്കുകയാണോ, അതോ എക്സാമിന് തലേ ദിവസം നടക്കുന്ന ലൈവിന് കാത്തിരിക്കുകയാണോ നിങ്ങൾ? അതും കാത്തിരുന്നിട്ട് അത് കണ്ട് അങ്ങ് A+ മേടിച്ച് വലിയ സംഭവമാകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ മനക്കോട്ടെ അവിടെ തകർത്തെറിഞ്ഞ് വെച്ചേക്കി. ലൈഫിലെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുകയും അതിന് നിങ്ങൾ പ്രാധാന്യത്തോടെ നിങ്ങളുടെ പൈസയും സമയവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം, നിങ്ങളുടെ റിസൾട്ട്സ്, നിങ്ങളുടെ ഭാവി, കരിയർ, ഇതൊക്കെ ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുക്കുക അല്ലേ? തലേ ദിവസം മാത്രം ലൈവ് കണ്ട് സെറ്റ് ആയിക്കോളാം, ഇതൊക്കെ ഭാഗ്യപരീക്ഷണം. എന്താ മക്കളെ ഞാൻ പറയേണ്ടത്? ആസ് എ ബ്രദർ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ആർക്കാണോ കറക്റ്റായിട്ട് അറിവ് വേണ്ടത് അത് പകർന്നു തരാൻ ഇവിടെ ഓരോ അധ്യാപകരും റെഡിയാണ്. നിങ്ങൾ മാർക്ക് മേടിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ഇപ്പം ഞാൻ ഈ വേദിയിൽ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ നല്ല മാർക്ക് കിട്ടും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അത് കേൾക്കുന്ന ആൾക്കാർക്കല്ല നല്ല മാർക്ക് കിട്ടുക. പക്ഷേ ഒരാളെങ്കിലും ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഒരാളെങ്കിലും ഞാൻ +2 ആണ്, ഞാൻ വലിയ ആളാണെന്ന് ചിന്തിക്കാത്ത ഒരാളെങ്കിലും, അതായത് ഇയാളാരാ ഈ സ്ക്രീനിൽ കിടന്നിങ്ങനെ നമ്മളെ കുറ്റം പറയും, ഇയാളാരാ എന്ന് ചിന്തിക്കാത്ത ഒരാളെങ്കിലും ഇത് കേട്ടിട്ട് ഇത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ പാരൻസിന് വേണ്ടിയിട്ടാണ്, എന്നെ എതിർക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല, അത് സ്വയം ചിന്തിച്ച് മാറാൻ റെഡിയായി മുന്നോട്ട് വന്ന് ഇരുന്ന് പഠിച്ച് ഓണപരീക്ഷയ്ക്ക് നല്ല അടുത്ത എല്ലാ പരീക്ഷയ്ക്കും നല്ല മാർക്ക് കാണിച്ചാൽ അത് മതി എനിക്ക്. ഒറ്റ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരാൾ നീ ആകണം. അത് കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചോളൂ, ആ ഒരാൾ നിങ്ങളാകണം. 1ാം ചാപ്റ്റർ ഞങ്ങൾ ഫ്രീ ആയി തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആപ്പ് എജുപോർട്ട് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോ, എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, പോയി കാണ്. ഓക്കെ, പഠിക്കാൻ കിട്ടുന്ന ഒരു റിസോഴ്സ് നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. നിങ്ങൾക്ക് ബാച്ചിൽ ചേർന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്, നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിൽ ചേർന്നാൽ. സോ ഇതൊരു മോട്ടിവേഷൻ ആയിട്ടൊന്നും കാണണ്ട, ഞാൻ നിങ്ങളോട് പറയാനുള്ളതങ്ങ് പറഞ്ഞു, പച്ചയ്ക്ക് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് കേട്ട് നന്നാവും, പറ്റുന്നവരൊക്കെ നന്നാവും. പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കുന്നത് നിർത്തൂ. നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറയാം മക്കളെ. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണും. അതുവരെ ബൈ.